ഇപ്പോൾ ലതീഷ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് കോഴിക്കോട് നിന്ന്. കോഴിക്കോട് ഒരു പൊതുവായ സാഹചര്യം, മഴ കുറയുന്നു എന്ന് തന്നെയാണ്. ലതീഷ്, ഗുഡ് മോർണിംഗ്. മഴ പൊതുവേ കുറയുന്നു എന്നാണ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്താണ് ഒരു സ്ഥിതി? മനു, ഗുഡ് മോർണിംഗ്. ഓറഞ്ച് അലർട്ട് ആണെങ്കിലും മഴ പൂർണ്ണമായും മാറി നിൽക്കുന്ന സാഹചര്യമാണ് കോഴിക്കോടും ഉള്ളത്. ഇന്നലെ ജില്ലയിൽ വ്യാപകമായി തന്നെ മഴയുണ്ടായിരുന്നു. മലയോര മേഖലകളിൽ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യവും ഉണ്ടായി. എന്നാൽ വൈകിട്ടോടുകൂടി മഴ പൂർണ്ണമായും മാറുന്ന സാഹചര്യമാണുള്ളത്. മലയോര പ്രദേശങ്ങളിൽ ഉൾപ്പെടെ നിലവിൽ മഴയില്ല. കോഴിക്കോട് നഗരത്തിൽ വെയിൽ വരുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്നലെ കോഴിക്കോട് ജില്ലയിലെ നരിപ്പറ്റ, കമ്മായി മലയോരത്ത് മലവെള്ളപ്പാച്ചിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ പതങ്കയത്ത് മലവെള്ളപ്പാച്ചിലുണ്ടായിരുന്നു. അതായത് മലയോര പ്രദേശങ്ങളിൽ ഇന്നലെ ഉച്ചയോടുകൂടി മഴ ശക്തമാവുകയും ഈ രണ്ടിടങ്ങളിലും കമ്മായി മലയോരത്തും അതേപോലെ തന്നെ പതങ്കയത്തുമെല്ലാം മലവെള്ളപ്പാച്ചിലുണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായി. പതങ്കയം വെള്ളച്ചാട്ടത്തിൽ കഴിഞ്ഞ ദിവസം കാണാതായ +2 വിദ്യാർത്ഥി അലൻ അഷ്റഫിനായുള്ള തിരച്ചിൽ ഇന്നും തുടരും. കഴിഞ്ഞ 2 ദിവസങ്ങളിലും അലൻ അഷ്റഫിനായുള്ള തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും ശക്തമായ മഴയും മലവെള്ളപ്പാച്ചിലും കാരണം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നും തെരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 10 മണിയോടുകൂടി അലേർട്ടിൽ മാറ്റം ഉണ്ടാകും എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിയുക. മഴ പൂർണ്ണമായും മാറി നിൽക്കുന്ന സാഹചര്യമാണ് കോഴിക്കോട് ജില്ലയിലും ഉള്ളത്. മനു, ശരി. ഒപ്പം തന്നെ മഴയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇപ്പോൾ വടകരയിൽ ഒരു വള്ളം പറഞ്ഞൊരു അപകടം കൂടി സംഭവിച്ചിട്ടുണ്ടല്ലോ ലതീഷ്. സുബൈർ എന്ന് പറയുന്ന ഒരാളെ കാണാതായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? കാലാവസ്ഥ പ്രതികൂലമായതാണോ അപകട കാരണം? മനു, സുബൈറും മകൻ സുനീറുമാണ് മത്സ്യബന്ധനത്തിനായി രാത്രി തോണിയുമായി കടലിലേക്ക് ഇറങ്ങിയത്. ആ ഘട്ടത്തിൽ അഴിമുഖത്ത് വെച്ചാണ് ശക്തമായ തിരമാലയും കാറ്റും കാരണം തോണി മറിഞ്ഞ് അപകടമുണ്ടായത്. സുനീർ രക്ഷപ്പെടുകയും സുബൈറിനെ കാണാതാവുകയും ചെയ്തു. സുബൈറിനായി കോസ്റ്റൽ പോലീസിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്നലെ രാത്രി തന്നെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു. ഇന്ന് വീണ്ടും തിരച്ചിൽ നാട്ടുകാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും എല്ലാം സഹകരണത്തോടുകൂടി കോസ്റ്റൽ പോലീസിൻ്റെ നേതൃത്വത്തിൽ രാവിലെ പുനരാരംഭിച്ചിട്ടുണ്ട്. മറിഞ്ഞ തോണി കരയ്ക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശക്തമായ കാറ്റും അതേപോലെ തന്നെ മഴയും തന്നെയാണ് ഇന്നലെ രാത്രിയിലുണ്ടായ ഈ അപകടത്തിൽ സുബൈറിനെ കാണാതായാൻ ഇടയായ സാഹചര്യമുണ്ടായത്. സ്ഥിരമായി ഇവർ മത്സ്യബന്ധനത്തിന് ഒരുമിച്ച് തന്നെ പോകുന്ന ആളുകളാണ്. സുനീർ രക്ഷപ്പെട്ടെങ്കിലും സുബൈറിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സുബൈറിനായുള്ള തിരച്ചിൽ അവിടെ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മനു.